മഴയും തണുപ്പുമൊക്കെയായി പനിയൊക്കെ പിടിച്ച് നാവിലെ രുചി മൊത്തം പോയിരിക്കുകയാണോ? എന്നാൽ ഇങ്ങനൊന്നും ഉണ്ടാക്കി നോക്കി പോയ രുചിയൊക്കെ എപ്പോൾ തിരിച്ചു വന്നു എന്ന് ചോദിക്കണ്ട. അപ്പോൾ അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 7-8 പിരിയൻ മുളക്, തോലോടുകൂടി 5-6 വെളുത്തുള്ളി, 1.5 ടേബിൾ സ്പൂൺ പച്ചമല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഇതുപോലെ പൊടിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണയൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു സവാള കുനുകുനാന്നരിഞ്ഞത്, ചെറിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റി സവോളയും തക്കാളിയും എല്ലാം വഴണ്ടി വരുന്നത് ഈ ഒരു പരുവത്തിൽ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മുളക് മല്ലി മിക്സും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇളക്കി മൂപ്പിച്ച് ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകി 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ചെറുതായി തിളിച്ച് വരുമ്പോൾ ഇതിലേക്ക് 4 മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഈ മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇളക്കാതെ 1 മിനിറ്റ് കഴിഞ്ഞ് ഇതുപോലെ മുട്ട ചൂടായി ബബിൾസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഇളക്കി യോജിപ്പിച്ച് വെള്ളമയം ഒക്കെ മാറി ഇതൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതുപോലെ നല്ല ചൂട് ചോറിനൊപ്പം കുഴച്ച് കഴിക്കാനും അതല്ലെങ്കിൽ ഒരു കട്ടനൊക്കെ വെച്ച് അതിൻ്റെ ഒപ്പം കഴിക്കാനൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ പോയ രുചിയൊക്കെ എപ്പോൾ തിരിച്ചു വന്നു എന്ന് ചോദിക്കേണ്ട. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.